തിരക്കിനിടെ പറയാൻ മറന്നതാണ്, ഞാൻ സ്വാമിയാണ് ഗൈസ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് ജെറ്റ് വാഷറിനൊരു വിമ്മിഷ്ടം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. സാധനം അടിച്ചുപോയി ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിരുന്ന് ശരിയാക്കാനൊക്കെ നോക്കിയെങ്കിലും നടന്നില്ല. അവസാനം ഞാൻ അതിൻ്റെ അകത്ത് പൈപ്പ് വലിച്ചൂരി പൈപ്പ് വെച്ച് വണ്ടി കഴുകാൻ തുടങ്ങി. അല്ല പിന്നെ അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് നനഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛൻ വന്ന് സാധനം ശരിയാക്കി തന്നു. അച്ഛൻ പിന്നെ പണ്ടേ മാസാണ്. എന്നിട്ട് എന്നോടൊരു ചോദ്യം, നീയൊക്കെ എന്തിനാടാ എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന്. കാശ് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. രാവിലെ തന്നെ അപമാനം. പക്ഷേ കുഴപ്പമില്ല, വണ്ടിയൊക്കെ ഞാൻ എന്തായാലും വൃത്തിയായിട്ടങ്ങ് കഴുകി. സാധനം കിടക്കണ കിടപ്പ് വേണ്ട, മിനിങ്ങില്ലേ. പക്ഷേ ഗൈസ് എൻ്റെ നടുവും മിനിങ്ങി. അങ്ങനെ ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് ഞാൻ നേരെ ഓഫീസിലോട്ട് ഇറങ്ങി. ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് പാട്ടൊക്കെ കേട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഓഫീസിലെത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ താടിയും മുടിയൊക്കെ വല്ലാതെ അങ്ങ് വളർന്നിരിക്കണു. 30-35 ദിവസമായില്ലേ മാലയിട്ടിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു ചെയ്യാൻ. ഇന്നൊരു ദിവസം മൊത്തം ഞങ്ങൾ ചിലവഴിച്ചത് ഈ ഓഫീസ് മുറിയിലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇതൊരു ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി കലാശായി. ബൈ ബൈ, നാളെ കാണാം.